ഫീലുണ്ട്. ആ ഫീൽ ഇപ്പോഴും വിട്ടുപോകുന്നില്ല. 96 ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു നൊസ്റ്റം ഉണ്ടല്ലോ. ഇതെന്ന് പറയുന്ന ഒരു ലൈഫാണ്. നമ്മൾ അവരുടെ നാട്ടിൽ അവരുടെ ഒപ്പം ജീവിച്ചിട്ട് വരുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കാർത്തിയും അരവിന്ദ് ഒരു രക്ഷയില്ല. അതിനേക്കാളും കൂടുതൽ എനിക്ക് പറയുന്നത് മ്യൂസിക്. എൻ്റെ പൊന്നെ ഗോവിന്ദ് വസന്ത് എന്താ ചെയ്തു വെച്ചേക്കുന്നുള്ളത് പക്ക ഫീലാണ്. എന്നോട് പണി വെച്ചിരിക്കുന്നൊക്കെ പറയില്ല, അമ്മ അതൊരു ഐറ്റമാണ്. ഡോണ്ട് മിസ് ഇറ്റ്, മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. സോ ഫേസ്ഡ് ഡ്രൈവാണ്, പക്ഷെ ആ ഒരു ലൈഫ് തരുന്നുണ്ട് പടം. അതുകൊണ്ട് മലയാളത്തിൽ ഇങ്ങനെ പറ്റുമെന്ന് എനിക്കില്ല, പക്ഷെ ഇത് മിസ് ചെയ്യാതെ തന്നെ തിയേറ്ററിൽ നിന്ന് കാണുക. ഒട്ടും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല. ഒരു ഫ്രണ്ട്സിൻ്റെ ഒക്കെ വരുമ്പോൾ വന്ന് കാണുന്നതെങ്കിൽ പാട്ടേ വായി കൊള്ളാം, നല്ല பார்க்கவே முடியாது. எல்லாருமே லைஃப்லேயும் இருக்கிற சின்ன சின்ன விஷயத்தை தான் நம்ம எக்ஸைட்மெண்ட்டாக பார்க்கணும், ரொம்ப இதுவாக இருக்கணும்ட்டு வேறு லெவலில் இருக்கும். எல்லாருமே பார்க்க வேண்டியது. எல்லாரும் பெர்ஃபார்மன்ஸ் எப்படி? கார்த்தியும் அரவிந்த் சாமி மோஸ்ட்லி அந்த 2 கேரக்டர் மட்டும் தான் மோஸ்ட்லி இருக்கும். அந்த 2 கேரக்டர் பயங்கரமாக இருக்கும். அந்த 2 கேரக்டரோட பெர்ஃபார்மன்ஸ் வேறு லெவலில் நினச்சே பார்க்க முடியாத அளவுக்கு படம் வேறு லெவல். உண்மையிலே வேறு லெவல். അപ്പം പ്രേക്ഷകൻ നമ്മൾ സഞ്ചരിക്കും എന്ന് പറയുന്നില്ല. ഈ സിനിമ മെയ്യഴിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സെക്കൻഡ് ആദ്യം മുതൽ അവസാനം വരെ ഈ സിനിമയോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഓരോ സീനും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പം ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള, ആ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള കിടില മ്യൂസിക്. കാർത്തി സാർ ആയിക്കോട്ടെ, അരവിന്ദ് സ്വാമി സാർ ആയിക്കോട്ടെ, എല്ലാവരും ഗംഭീര പ്രകടനം. സത്യം പറഞ്ഞാൽ അവിടെ തിയേറ്ററിൽ ചെന്നിരുന്നിട്ട് ഇതിന് അല്പം ഡ്യൂറേഷൻ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ആ ഒഴുക്കിനോടൊപ്പം നമ്മളും ആ നാട്ടിൻപുറവും അവരുടെ ജീവിതവും ഒക്കെ ആയിട്ട് സഞ്ചരിക്കുന്ന വേറൊരു ഫീല്. തീർച്ചയായിട്ടും തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഗംഭീര സിനിമ തന്നെയാണ് മെയ്യഴകൻ.